പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അമിത്ഷാ പാർലമെന്റിൽ വരണില്ല എന്നും പറഞ്ഞ് ഭയങ്കര പ്രതിഷേധവും നടക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയൊക്കെ പാർലമെന്റിന് മുന്നിൽ തന്നെ നിന്ന്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ കുറേ പേരും ഒക്കെ നിന്ന് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അമിത്ഷാ ഇനി പാർലമെന്റിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ നിർണായകമായ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ട് മാത്രമേ അദ്ദേഹം വരുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അത്ര വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റുകളുമാണ് അദ്ദേഹത്തിന് മുന്നിൽ വന്നിരിക്കുന്നത്. ഒന്ന്, FCRA ഭേദഗതി ബില്ല്, അതിനെക്കുറിച്ച് വളരെ ഫൈനലായിട്ട് അതിൻ്റെ ഒരു തീരുമാനം പറയേണ്ടതുണ്ട്. രണ്ടാമത്തേത് വിമൻ റിസർവേഷനെ കുറിച്ചിട്ട് അതും പറയേണ്ടതുണ്ട്. അതും അത്യാവശ്യമായിട്ട് തന്നെ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഡീലിമിറ്റേഷനും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കാനും അദ്ദേഹം തയ്യാറാകുകയാണ്. അത് നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹം പാർലമെന്റിൽ വന്ന് അത് അവതരിപ്പിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഇതിനകത്ത് അമിത്ഷായുടെ ഒരു കണക്കുകൂട്ടൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BJPക്ക് ഇപ്പം ഒരു 240 ലോക്സഭ MPs ആണുള്ളത്. അതിനകത്ത് ഭൂരിപക്ഷത്തിന് വേണ്ടത് 272 അപ്പം അതായത് BJPക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് 32 സീറ്റ് ഇപ്പോൾ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ NDA സഖ്യകക്ഷികളുടെ പിന്തുണ വളരെ പ്രധാനമാണെന്നും നമുക്ക് പറയാം. ഇപ്പം സർക്കാർ ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ BJPയുടെ ഒരു സ്വന്തം സീറ്റിനേക്കാൾ പ്രധാനമാകുന്നത് സർക്കാരിൻ്റെ ഒപ്പം ആര് നിൽക്കും, ആ സമയത്ത് ആര് നിൽക്കും. ഏതെങ്കിലും ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കണമെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പറഞ്ഞത് ഈ 10, 11, 12 തീയതികളിൽ എല്ലാ കോൺഗ്രസ് MPമാരും പാർലമെന്റിൽ ഹാജരാകേണ്ടതുണ്ട് എന്ന് നിഷ്കർഷിക്കാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. കാര്യം ഏതെങ്കിലും ഒരു ബില്ല് പാർലമെന്റിൽ പാസ്സാക്കണമെങ്കിൽ വോട്ട് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബില്ല്, ഒരു ഭേദഗതി ബില്ല് അമിത്ഷാ കൊണ്ടുവരികയാണെങ്കിലും അത് സർക്കാരിനൊപ്പം നിൽക്കാൻ എത്ര പേരുണ്ടാവും എന്നുള്ളതും അതിനെക്കുറിച്ച് ഒരു ഗഹനമായ വീക്ഷണം തന്നെ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അപ്പം ഇതിനകത്ത് നമുക്കൊരു മാറ്റം കാണുന്നത് TMCയിലാണ്, തൃണമൂൽ കോൺഗ്രസിൽ തന്നെയാണ്. 2024 TMCക്ക് 28 ലോക്സഭ MPs ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 20 പേര് വേർപെട്ട് NDA പക്ഷത്തേക്ക് നീങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ തന്നെ പ്രതിപക്ഷത്തിന്റെ പഴയ കണക്ക് മാറി. ഇപ്പൊ ഈ 20 പേരും എല്ലാ വിഷയത്തിലും BJPയെ പിന്തുണയ്ക്കുമോ എന്ന കാര്യവും സംശയമാണ്. ചില റിബലായിട്ടുള്ള MPsഉം NDAയിലുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് അവർ വന്നില്ല എന്ന് വരും. അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും വന്നില്ല എന്നും വരും. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള ഒരു കണക്കുകൂട്ടലും അദ്ദേഹത്തിന് വരുത്തേണ്ടതുണ്ട്. പിന്നെ ഇനി പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും DMK, UBT, NCP, SP, ലെഫ്റ്റ് തുടങ്ങിയ കക്ഷികളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിനൊരു സംഖ്യാബലം ലഭിക്കുമായിരിക്കും. പക്ഷേ ഇവരെല്ലാം തന്നെ ഒരു ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരേപോലെ തന്നെ ചിന്തിക്കുമോ എന്ന കാര്യം നമുക്ക് ഡൗട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബില്ലിനെതിരെ നിലപാട് എല്ലാവരും ഒരേപോലെ എടുക്കുമോ എന്നുള്ളത് ആ സമയത്തല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ അതാണ് പ്രതിപക്ഷവും അങ്ങനെ ഒരു പ്രശ്നത്തിനകത്ത് പെട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അബ്സ്റ്റെയിൻ ചെയ്യേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരിനെ ആരാണ് പിന്തുണയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് അമിത്ഷാ ഇങ്ങനെ കണക്ക് കൂട്ടി ചിന്തിച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. അതുകൊണ്ടാണ് ഈ അമിത്ഷാ തിരക്ക് പിടിച്ച് പാർലമെന്റിലേക്ക് വരാതിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ, അല്ലാതെ ബാക്കി അതെന്ന് വെച്ചാൽ പുള്ളി ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ വളരെ വലിയൊരു വിഷനുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഈ ചെറിയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നീറ്റ് പ്രതിഷേധത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആ നീറ്റ് പ്രതിഷേധം അതിൻ്റെ സൊല്യൂഷനുമായി ഇനിയും അതിനെക്കുറിച്ചിട്ട് വീണ്ടും പ്രതിപക്ഷം എടുത്തിടുകയാണെങ്കിൽ അതിൻ്റെ ചർച്ച ചെയ്ത് സമയം കളയാനുള്ള സമയം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് ഭാരതത്തിൻ്റെ ഭാവി എങ്ങനെ പോകണം, എത്ര പേര് സർക്കാരിൻ്റെ കൂടെ ഉണ്ടാവും, തൃണമൂലിൽ തന്നെ എത്ര പേര് കാണുമായിരിക്കും സർക്കാരിനൊപ്പം, താൻ ഒരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാസ്സാക്കണമെങ്കിൽ അതിന് എത്ര പേര് പിന്തുണയായിട്ട് വേണം, ഇതെല്ലാം അമിത്ഷായുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ചിന്തകളൊക്കെ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് എത്ര പേര് കാണും അതിനൊരു കണക്കുകൂട്ടൽ നടത്തുകയായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. ഇനി BJPയുടെ ഈ 240 പേരിൽ NDAയുടെ ശക്തി എത്രയാണ്, പ്രതിപക്ഷത്തിന്റെ ഐക്യം എത്രയാണ്, TMCയിലെ പിളർപ്പ്, ഇതെല്ലാം ഈ വോട്ടെടുപ്പിലെ ഒരു യഥാർത്ഥ സംഖ്യ നിർണ്ണയിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിനാൽ തന്നെ ആരുടെ കയ്യിലാണ് കൂടുതൽ MPമാർ വരുന്നതും
പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പം ഇതിനകത്ത് ഏറ്റവും നമ്മൾക്ക് ചോദിക്കുന്ന BJPക്ക് നമ്മളിപ്പം ഒരു ശങ്ക ഇതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കൺസേൺ ഇതൊക്കെയായിരിക്കും. ഒന്നാമത് BJPക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷമില്ല, 240 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ NDA സഖ്യകക്ഷികളെ ആശ്രയിക്കേണ്ടതാണ്. രണ്ടാമത് പ്രധാന ബില്ലുകളിൽ വോട്ടുകൾ ഉറപ്പാക്കണം. കാര്യം FCRA നമുക്കറിയാം, FCRA പോലുള്ള ഒരു വിവാദ ബില്ലുകൾ എല്ലാ NDA MP-മാരുടെയും സാന്നിധ്യവും പിന്തുണയും പ്രധാനമാണ്. കാര്യം അത്രയധികം പ്രാധാന്യമുള്ള ഒരു ബില്ലാണ് പാസ്സാക്കേണ്ടത് പാർലമെന്റിൽ. FCRA ഭേദഗതി ബിൽ. കാര്യം വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് അത് എങ്ങനെ ഉപയോഗിക്കണം, അത് വളരെ ജെന്യുവിനായിട്ടാണോ അത് ഉപയോഗിക്കേണ്ടത്, അത് ഏത് സംഘടനകളൊക്കെയാണ് വാങ്ങേണ്ടത്, എല്ലാ NGOസിനും അത് കൊടുക്കാൻ പറ്റും, ഇതൊക്കെ വളരെ നിർണായകമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു ബില്ലിൻ്റെ ഭേദഗതി വന്നു കഴിയുമ്പോൾ അത് പാസ്സാക്കണമെങ്കിൽ തന്നെ അത്രയധികം MP-മാരുടെയും ഒരു പിന്തുണ അത്യാവശ്യമാണ് BJPക്ക്. അടുത്തത് പ്രതിപക്ഷ ഐക്യം. കോൺഗ്രസ്, SP, DMK തുടങ്ങിയവരൊക്കെ ഒരുമിച്ച് നിന്ന സർക്കാരിനെതിരെ ഒരു ശക്തമായ സംഖ്യ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ TMCയിലെ 20 MP-മാരുടെ ഒരു നിലപാട് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ NDAയിലേക്ക് മാറിയെന്ന റിപ്പോർട്ട് ഉണ്ടെങ്കിലും എല്ലാവരും എല്ലാ വിഷയത്തിലും സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും അറിയില്ല. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം ചിന്തിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം അദ്ദേഹം നടപ്പിലാക്കുകയും അതിന് ടൈം വേണമല്ലോ. അല്ലാതെ പെട്ടെന്ന് വന്ന് പാർലമെന്റിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞ് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കാതിരുന്നാൽ പറ്റില്ല. കാര്യം ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഇങ്ങനെയുള്ള ഈ 2-3 ബില്ല് വളരെ നിർണായകമാണ്. അത് അത്യാവശ്യമാണ് താനും. അത് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. പിന്നെ ഈ ഡീലിമിറ്റേഷൻ പോലുള്ള വലിയ വിഷയങ്ങൾ, അതായത് തെക്കൻ സംസ്ഥാനങ്ങളുടെ എതിർപ്പ് ശക്തമായ BJPക്ക് രാഷ്ട്രീയപരമായി അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിയാം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, പിന്നെ വിമൻ റിസർവേഷൻ്റെ കാര്യങ്ങൾ, അതെല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചർച്ച ചെയ്തും അദ്ദേഹത്തിന് അതിനെക്കുറിച്ചിട്ടുള്ള നിർണായക തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഓഫീസിലേക്ക് വന്നു പോയിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിട്ട്. അപ്പം ഈ പ്രതിപക്ഷം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ ചെറിയ സില്ലി കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ പെല്ലറ്റ് ഗൺ എന്തിനുപയോഗിച്ചു, ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമല്ല അദ്ദേഹം പാർലമെൻറ്റ് ഓഫീസിലേക്ക് വരേണ്ടതും. അപ്പോൾ അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന ഈ 3 ബില്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായി, വളരെ ഗഹനമായി പഠിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം പാർലമെന്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ പാർലമെന്റ് സമ്മേളനത്തിനും അദ്ദേഹം ഇതുവരെ എത്തിയിട്ടില്ലെന്നാണ് വിവരങ്ങൾ പറയുന്നത്. അതിന് അറിയില്ല നമുക്ക്. ഇനി മുന്നോട്ട് അദ്ദേഹം അടുത്ത മണിക്കൂറുകളിലുള്ളിൽ പാർലമെന്റിൽ എത്തുമോ, അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ഈ അഭിപ്രായങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ പറയുമോ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിന്ന് ഇറങ്ങി പോവാതിരുന്നാൽ മതി. കാര്യം അദ്ദേഹത്തിന് അതിനുള്ള മറുപടി പറയാനുള്ള ഒരു സാഹചര്യം കൂടി അവിടെ വേണം. അത് ഇത്രയും വലിയൊരു തീരുമാനങ്ങളൊക്കെ എടുത്ത് അമിത്ഷാ പാർലമെന്റിലേക്ക് വരുമ്പം അതിന് മറുപടി പോലും പറയാൻ കഴിയാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടുന്ന കോൺഗ്രസ് വളരെ സില്ലിയായി പോവാതിരുന്നാൽ കൊള്ളാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.